തിയേറ്ററുകളിലെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു പക്കാ ഡ്രാമ ക്രൈം ത്രില്ലറുമായാണ് ബോളിവുഡിൻ്റെ മാസ്റ്റർ ഡയറക്ടർ അനുരാഗ് കാശ്യപ് വീണ്ടും വരുന്നത്. ആനിമൽ എന്ന ചിത്രത്തിൽ ആനിമൽ മോഡിന് ശേഷം ബോബി ഡിയോൾ വീണ്ടും തകർത്താടാൻ പോകുന്ന സിനിമ ബന്ദർ, മങ്കി ഇൻ എ കേജ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്ത് വെറും 48 മണിക്കൂറിനുള്ളിൽ 10 മില്യൺ വ്യൂസ് വാരിക്കൂട്ടി യൂട്യൂബിൽ തരംഗമായിരിക്കുകയാണ്. ജൂൺ 5-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററിലേക്ക് എത്തുന്ന ഈ ചിത്രത്തിൻ്റെ റിലീസ് അപ്ഡേറ്റുകളും കാസ്റ്റ് ആൻഡ് ക്രൂ വിവരങ്ങളും എന്തുകൊണ്ട് ഈ സിനിമ നമ്മൾ മിസ് ചെയ്യരുത് എന്നതുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ, ദാറ്റ് മീൻസ് റിയൽ ലൈഫ് ഇവൻറ്റ്സ് പ്രചോദനമാക്കിയാണ് അനുരാഗ് കാശ്യപ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്തെ ക്യാൻസൽ കൾച്ചർ, സോഷ്യൽ മീഡിയ വിചാരണ, നമ്മുടെ നിയമവ്യവസ്ഥ എന്നിവയെല്ലാം വളരെ റോ ആൻഡ് റിയലിസ്റ്റിക്കായി ഈ ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. കഥയിലേക്ക് വന്നാൽ, ബോബി ഡിയോൾ അവതരിപ്പിക്കുന്ന സമർ മെഹ്റ എന്ന കഥാപാത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ടെലിവിഷൻ സൂപ്പർ സ്റ്റാറാണ്. പണവും പ്രശസ്തിയും ആഡംബര ജീവിതമൊക്കെയുള്ള ഒരാൾ. എന്നാൽ സമറിൻ്റെ മുൻ കാമുകി സപ്ന ഭാബി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇയാൾക്കെതിരെ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കടുത്ത ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കുന്നതോടെ സമീറിൻ്റെ ജീവിതം കീഴ്മയിൽ മാറുന്നു. താൻ നിരപരാധിയാണെന്നും ഇതൊരു ചതിയാണെന്നും സമർ വാദിക്കുമ്പോഴും മീഡിയയും സമൂഹവും അയാളെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തുന്നു. തുടർന്ന് അഴിമതി നിറഞ്ഞ നിയമവ്യവസ്ഥയ്ക്കും സോഷ്യൽ മീഡിയ ട്രോളുകൾക്കും എതിരെ അയാൾ നടത്തുന്ന പോരാട്ടമാണ് ബന്ദർ. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ ഗംഭീര കാസ്റ്റിംഗ് തന്നെയാണ്. ബോബി ഡിയോൾ. ട്രെയിലർ കണ്ടവർക്കെല്ലാം മനസ്സിലാകും ബോബി ഡിയോളിൻ്റെ വൺ മാൻ ഷോ തന്നെയാണ് ഇതിൽ കാണാൻ പോകുന്നത്. ഒരു ഭാഗത്ത് വലിയൊരു പോപ്പ് ഐക്കണിൻ്റെ സ്റ്റൈലിഷ് ലുക്കും, മറുഭാഗത്ത് ജയിലിനുള്ളിൽ താടിയും മുടിയും നീട്ടി സർവ്വതും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഭാവങ്ങൾ ബോബി ഡിയോളിൽ ഭദ്രമാണ്. സന്യ മൽഹോത്ര. സമീറിൻ്റെ സഹോദരിയുടെ വേഷത്തിലാണ് സന്യ എത്തുന്നത്. കുടുംബത്തിലുണ്ടാകുന്ന ഈ വലിയ പ്രതിസന്ധിയും വൈകാരിക സംഘർഷങ്ങളും സന്യയുടെ കഥാപാത്രത്തിലൂടെയാണ് സിനിമ കാണിക്കുന്നത്. സപ്ന പബ്ബി ആൻഡ് സബ് ആസാദ്. സമീറിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ശക്തമായ വേഷത്തിൽ സപ്ന പബ്ബിയും സമീറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന മറ്റൊരു പ്രധാന കഥാപാത്രമായി സബ് ആസാദും എത്തുന്നു. ഇന്ദ്രജിത്ത് സുകുമാരൻ. മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ സർപ്രൈസ് എന്തെന്നാൽ, നമ്മുടെ സ്വന്തം ഇന്ദ്രജിത്ത് സുകുമാരൻ ഈ ചിത്രത്തിൽ വളരെ നിർണായകമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. രാജ് ബി ഷെട്ടി. കന്നഡ സിനിമയിലെ പ്രതിഭയായ രാജ് ബി ഷെട്ടിയും ഇതിലൊരു പ്രധാന വേഷത്തിലുണ്ട്. കൂടാതെ ജിതേന്ദ്ര ജോഷി ആൻഡ് റിദ്ധി സെൻ എന്നിവരും കാസ്റ്റിങ്ങിലുണ്ട്. ഒരു സിനിമയുടെ പിന്നണിയിൽ ഇത്രയും മികച്ച ടെക്നീഷ്യന്മാർ വരുന്നത് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സംവിധാനം അനുരാഗ് കാശ്യപ്. ഗാങ്സ് ഓഫ് വസീപൂർ, ബ്ലാക്ക് ഫ്രൈഡേ, അഗ്ലി തുടങ്ങിയ സിനിമകളിലൂടെ ഡാർക്ക് ക്രൈം ത്രില്ലറുകളുടെ സുൽത്താനായ അനുരാഗ് കാശ്യപിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്. തിരക്കഥ പഠാൻ ലോക്, കൊഹ്റ, ഉഡ്ത പഞ്ചാബ് തുടങ്ങിയ മികച്ച ത്രില്ലറുകൾ എഴുതിയ സുദീപ് ശർമ്മ, അഭിഷേക് ബാനർജിയും ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥ വളരെ ഇൻറ്റൻസും സസ്പെൻസുമായിരിക്കും. എഡിറ്റിംഗ് അനുരാഗ് കാശ്യപിൻ്റെ സ്ഥിരം എഡിറ്ററായ ആരതി ബജാജാണ് ഇതിൻ്റെയും എഡിറ്റർ. സംഗീതം അമിത് ത്രിവേദി, വിശാൽ മിശ്ര, പായൽ ദേവ് ആൻഡ് സിക് ഫ്ലിപ്പ് തുടങ്ങിയ വലിയൊരു മ്യൂസിക് ടീം തന്നെയാണ് പാട്ടുകൾക്ക് പിന്നിൽ. ക്യൂ മസ ആ രഹാ ഹേ എന്ന ഇതിലെ ഗാനം ഓൾറെഡി ഹിറ്റാണ്. സിനിമയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന അപ്ഡേറ്റുകൾ. തിയേറ്റർ റിലീസ് 2026 ജൂൺ 5-ന് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ആദ്യം മെയ് 22 ആയിരുന്നു ഡേറ്റ് എങ്കിലും പിന്നീട് ജൂണിലേക്ക് മാറ്റുകയായിരുന്നു. അന്താരാഷ്ട്ര അംഗീകാരം. തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ 2025 പ്രശസ്തമായ ടൊറാൻഡോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഈ ചിത്രം പ്രീമിയർ ചെയ്യപ്പെടുകയും വലിയ കയ്യടി നേടുകയും ചെയ്തിരുന്നു. ട്രെയിലർ റെക്കോർഡ്. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി യാതൊരുവിധ പെയ്ഡ് ബോർഡ് ക്യാമ്പയിനുകളോ വ്യാജ കമൻറ്റുകളോ നിർമ്മാതാക്കൾ ഉപയോഗിച്ചിട്ടില്ല.
പൂർണ്ണമായും ഓർഗാനിക്കായിട്ടാണ് യൂട്യൂബിൽ ഇതിൻ്റെ ട്രെയിലർ ട്രെൻഡിങ് ആയത് എന്നത് സിനിമയോടുള്ള ഹൈപ്പ് വ്യക്തമാക്കുന്നു. വെറും ഒരു കൊലപാതക കഥയോ അധോലോക കഥയോ അല്ല ബന്ദർ. ഒരു മനുഷ്യ സമൂഹത്തിന് മുന്നിൽ പെട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയും സോഷ്യൽ മീഡിയ ട്രെയിലുകളും തുറന്നു കാട്ടുന്ന പക്ക അനുരാഗ് കാശ്യപ് സ്റ്റൈൽ സിനിമയായിരിക്കും ഇത്. ജൂൺ 5 സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തിയേറ്റർ റിവ്യൂസുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ബോബി ഡിയോളിൻ്റെ ഈ പുതിയ ലുക്കിനെക്കുറിച്ച് ചിത്രത്തിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.